നമസ്കാരം. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റ് ചിത്രവർണ്ണങ്ങൾ, അതിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള മയന്റെ മായാജാലമാണ് പഠിക്കാനായി പോകുന്നത്. ഇതൊരു തുള്ളൽ കൃതിയാണ്. തുള്ളൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് ആരുടേതായിരിക്കും? കുഞ്ചൻ നമ്പ്യാർ. ജനകീയ കവി എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയ എഴുത്തുകാരനും അതുപോലെ തന്നെ തുള്ളലിനെ ഇത്രയും ജനകീയമാക്കിയ ഒരു കലാകാരനുമാണ് ശ്രീ കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ സഭാപ്രവേശം എന്ന പറയൻ തുള്ളലിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ മയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരശില്പിയാണ്. അസുരശില്പിയായിട്ടുള്ള മയൻ പാണ്ഡവർക്ക് വേണ്ടി മനോഹരമായിട്ടുള്ളൊരു സൗധം പണി കഴിപ്പിക്കുന്നു. ആ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എക്സാം പോയിന്റിന്റെ ഗൈഡിനെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാഠഭാഗം എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട വിശദവിവരങ്ങളെല്ലാം തന്നെ അതിൽ ലഭ്യമാണ്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നാലോ? പാഠഭാഗത്തിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, മയന്റെ മായാജാലം. 18ാം നൂറ്റാണ്ടാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജീവിത കാലഘട്ടം. ചാക്യാരോടൊപ്പം മിഴാവ് കൊട്ടുന്ന ജോലിയായിരുന്നു ആദ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ചാക്യാർകൂത്ത് നടക്കുന്നത് അമ്പലത്തിൽ വെച്ചാണ്. ക്ഷേത്രകലയാണ് ചാക്യാർകൂത്ത്. പാതിരാത്രിയൊക്കെയാണ് ഇതിന്റെ സമയം വരുന്നത്. ഒരിക്കൽ ചാക്യാർകൂത്ത് നടക്കുന്നതിനിടയിൽ, മിഴാവ് കൊട്ടുന്നതിനിടയിൽ ഉറങ്ങിപ്പോയ കുഞ്ചൻ നമ്പ്യാരെ ചാക്യാർ കണക്കറ്റ് ശകാരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. ഇതിൽ മനം നൊന്ന് ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് കുഞ്ചൻ നമ്പ്യാർ ചിട്ടപ്പെടുത്തിയതാണ് തുള്ളൽ എന്ന മഹത്തായ കലാരൂപം. ആദ്യമായി അദ്ദേഹം ചിട്ടപ്പെടുത്തിയ തുള്ളൽ കവിത എന്ന് പറയുന്നത് കല്യാണ സൗഗന്ധികമാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയേണ്ടതുണ്ട്. കവിത്രയം. ത്രയം എന്നാൽ 3 എന്നർത്ഥം. കവിത്രയത്തെ 2ആയി തിരിച്ചിരിക്കുന്നു. പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം. 6ാം ക്ലാസ് ആയി നിങ്ങൾ എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഈ കവിത്രയമൊക്കെ ഭംഗിയായിട്ട് പഠിച്ചു വെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രാചീന കവിത്രയം ആരെല്ലാമാണ്? തുഞ്ചൻ, കുഞ്ചൻ, ചെറുശ്ശേരി. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി നമ്പൂതിരി. രണ്ടാമത്തേത് ആധുനിക കവിത്രയമാണ്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. നമുക്കിനി കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതത്തെ പറ്റി ഒന്ന് നോക്കാം. 18ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹം 1705 ജനിച്ചു എന്നാണ് പരക്കെ വിശ്വസിച്ചു പോരുന്നത്. 1705 മെയ് 5 പാലക്കാട് ജില്ലയിലെ ലക്കിടിക്കടുത്ത് കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിൽ അദ്ദേഹം ജനിച്ചു എന്ന് വിശ്വസിച്ചു പോരുന്നു. പ്രതിഭാസമ്പന്നനായ ഒരു മികച്ച കവി എന്നതിനേക്കാൾ ഉപരി മികച്ച ഒരു അല്ലെങ്കിൽ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം പരക്കെ അറിയപ്പെടുന്നത്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ആരെയും വിമർശിക്കാൻ, ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അത് രാജാവാണെങ്കിലും, നമ്പൂതിരിയാണെങ്കിലും, മന്ത്രിയാണെങ്കിലും, സാധാരണക്കാരനാണെങ്കിലും ആരെയും ശക്തമായിട്ട് തന്റെ കഥയിലൂടെ, തന്റെ വാക്കുകളിലൂടെ, തന്റെ കലയിലൂടെ വിമർശിക്കാൻ അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും ഉത്സാഹം കാണിച്ചിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. പക്ഷേ വിമർശിക്കുന്ന സമയത്ത് പോലും ആരെയും വേദനിപ്പിക്കരുത് എന്നുള്ള ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹാസ്യത്തിന്റെ ഒരു മേമ്പൊടി അദ്ദേഹം അതിൽ തൂവിയത്. മലയാളത്തിലെ ഹാസ്യ കവികളിൽ അഗ്രഗണ്യനാണ് ശ്രീ കുഞ്ചൻ നമ്പ്യാർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. തുള്ളലിനെ പറ്റി നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. തുള്ളൽ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ഇതിൽ അദ്ദേഹം ആദ്യമായിട്ട് ചിട്ടപ്പെടുത്തിയത് ശീതങ്കൻ തുള്ളലായിരുന്നു, കല്യാണ സൗഗന്ധികം. ഓട്ടൻ തുള്ളലും പറയൻ തുള്ളലുമാണ് അദ്ദേഹം കൂടുതലായിട്ട് ചിട്ടപ്പെടുത്തിയത്. 3 തരത്തിലുള്ള ഒരു രീതിയാണ്. അത് വേഷത്തിലാണെങ്കിലും, രൂപത്തിലാണെങ്കിലും, ഭാവത്തിലാണെങ്കിലും, ചിട്ടകളിലാണെങ്കിലും വ്യത്യസ്തത പുലർത്തുന്നു ഓട്ടൻ തുള്ളലും, ശീതങ്കൻ തുള്ളലും, പറയൻ തുള്ളലും. 1770 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. ലക്കിടി, അമ്പലപ്പുഴ എന്നീ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ഒരു സ്മാരകം തന്നെ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തുള്ളൽ കൃതികൾ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം, സ്യമന്തകം, ഘോഷയാത്ര, പഞ്ചതന്ത്രം കിളിപ്പാട്ട്, സീതാ സ്വയംവരം, അതുപോലെ തന്നെ നളചരിതം കിളിപ്പാട്ട് മുതലായവയാണ്. അമരാവതി, വൈകുണ്ഠം, കൈലാസത്തിലെ കല്യാണ മണ്ഡപം, ഇന്ദ്രസഭ, വരുണസഭ, കുബേരലോകം
ഇതെല്ലാം തന്നെ മയൻ സൃഷ്ടിച്ചതാണ്. പ്രശസ്തങ്ങളായിട്ടുള്ള പല പൂന്തോട്ടങ്ങളും അദ്ദേഹത്തിന്റെ സൃഷ്ടിയിൽപ്പെട്ടിരിക്കുന്നു. നന്ദാവനം, ചൈത്രരഥം, വൃന്ദാവനം, കാണ്ഡവവനം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതാണ്. മയൻ നിർമ്മിച്ച പ്രധാനപ്പെട്ട ഒരു വിമാനമാണ് ത്രിപുര വിമാനം. സൗഭഗ വിമാനവും പുഷ്പക വിമാനവും സൃഷ്ടിച്ചതും മയന്റെ കരവിരുതിലൂടെ തന്നെയാണ്. മയന്റെ സൃഷ്ടിയിലാണ് ത്രിലോകങ്ങൾ, രാജ്യസഭകൾ, ഒരുപാട് പൂന്തോട്ടങ്ങൾ, വിമാനങ്ങൾ, ശക്തിയേറിയ ആയുധങ്ങൾ മുതലായവ. അതുകൊണ്ട് തന്നെ പുരാണങ്ങളിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള അസുര ശില്പിയായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുന്നുണ്ട്. വിശ്വകർമ്മ ഭഗവാന്റെ പുത്രനും രാക്ഷസ രാജാവുമായിരുന്നു മയാസുരൻ അഥവാ മയൻ. ഇദ്ദേഹം കേവലം ഒരു ശില്പി മാത്രമല്ല, നല്ലൊരു തച്ചു ശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ പുരാണങ്ങളിൽ കാണുന്ന പല നിർമ്മിതികളുടെയും പ്രധാനപ്പെട്ട ശില്പി എന്ന് പറയുന്നത് മയൻ തന്നെയാണ്. മയനെ പുരാണങ്ങൾ അസുരനായാണ് കാണുന്നത്. എങ്കിൽ തന്നെയും മയനാണ് പാണ്ഡവർക്ക് വേണ്ടി മനോഹരമായിട്ടുള്ളൊരു സൗധം പണി കഴിപ്പിച്ചത്. കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം പറയൻ തുള്ളിൽ നിന്നെടുത്ത കുറച്ചു ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മയൻ എന്ന ശില്പി പാണ്ഡവർക്ക് വേണ്ടി തലസ്ഥാനമായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥം എന്ന നഗരം നിർമ്മിക്കുന്നതിന്റെ ഒരു വിവരണമാണിത്. കൊട്ടാര നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ചില ചടങ്ങുകൾ, രീതികളെല്ലാം തന്നെ മയൻ അനുഷ്ഠിക്കുന്നു. അതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സഭാപ്രവേശം എന്നാൽ സഭയിലേക്കുള്ള പ്രവേശം എന്നർത്ഥം. സഭ എന്നാൽ കൂട്ടം അല്ലെങ്കിൽ സമൂഹം എന്നാണ് അർത്ഥം. ഇവിടെ പാണ്ഡവർക്ക് വേണ്ടി പുരാണ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ ഒരു മഹാനഗരം ശില്പിയായിട്ടുള്ള മയൻ നിർമ്മിക്കുകയാണ്. അത് കാണാനായിട്ട് കൗരവ പക്ഷത്തെ രാജാവായിട്ടുള്ള ദുര്യോധനും അദ്ദേഹത്തിന്റെ അഴകിയ രാവണന്മാരും അങ്ങോട്ടേക്ക് എത്തുകയാണ്. വലിയ രീതിയിലുള്ള അഭിമാനവും അഹങ്കാരത്തോടും കൂടിയാണ് ദുര്യോധനൻ അവിടെ എത്തുന്നത്. ദുര്യോധനന് അവിടെ വെച്ച് ചില അമളികൾ ഉണ്ടാകുന്നു. അതാണ് സഭാപ്രവേശം എന്ന പറയൻ തുള്ളലിന്റെ പൂർണ്ണമായിട്ടുള്ള ഇതിവൃത്തം. അത് മുഴുവൻ നമുക്ക് പഠിക്കാനില്ല, ആ ഒരു തുടക്ക ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. രണ്ടുപേരി ആ തുള്ളലിന്റെ ആ ഒരു താളം ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് കവിതയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കുക. മയന്റെ മായാജാലം. സാദരമേവം പറഞ്ഞു മയൻ ഗുരു പാദസരോജങ്ങളോർത്തുടനെ വേദിയന്മാരെ വണങ്ങി മുതാ 4 വേദങ്ങളെയും നമസ്കരിച്ചു. കോടാലി കയ്യിലെടുത്തു മെല്ലെയൊട്ടും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു. ഇതാണ് ഇതിന്റെ ഒരു താളം വരുന്നത്. അപ്പൊ ഒന്ന് ഈ ഒരു താളത്തിൽ നിങ്ങൾ ചൊല്ലി ഒന്ന് പഠിക്കുക. സാദരമേവം, ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. സാദരമേവം പറഞ്ഞു മയൻ ഗുരുപാദ സരോജങ്ങൾ ഓർത്തുടനെ. നമ്മൾ പറഞ്ഞിരുന്നു, മയൻ എന്ന് പറഞ്ഞ ശില്പി പാണ്ഡവർക്ക് വേണ്ടി ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ ഒരു നഗരം പണി കഴിക്കുകയാണ്. കൊട്ടാരം നിർമ്മാണം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഗുരുജനങ്ങളെ അദ്ദേഹം വന്ദിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ എന്ത് കാര്യം തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു പ്രാർത്ഥനയോട് കൂടി തുടങ്ങണം. നമ്മുടെ ഗുരുക്കന്മാരെ ഒന്ന് നമ്മൾ വന്ദിക്കണം. അത്തരത്തിൽ മയൻ ഇവിടെ ഗുരുക്കന്മാരെ വന്ദിക്കുകയാണ്. വേദിയന്മാരെ വണങ്ങി മുതാ 4 വേദങ്ങളെയും നമസ്കരിച്ചു. അതിനുശേഷം അദ്ദേഹം 4 വേദങ്ങളെയും ബ്രാഹ്മണരെയും നല്ല രീതിയിൽ തന്നെ നമസ്കരിക്കുന്നു. 4 വേദങ്ങളാണുള്ളത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അങ്ങനെ നല്ല രീതിയിൽ തന്നെ പണിക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഗുരുക്കന്മാരെയും ബ്രാഹ്മണരെയും അതുപോലെ തന്നെ 4 വേദങ്ങളെയും അദ്ദേഹം നമസ്കരിക്കുന്നു. കോടാലി കയ്യിലെടുത്തു മെല്ലെയൊട്ടും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു. അതിനുശേഷം അദ്ദേഹം ഭൂമിയെ വണങ്ങിക്കൊണ്ട് തൻ്റെ ആയുധമായിട്ടുള്ള കോടാലി കയ്യിലെടുക്കുന്നു. അതിനുശേഷം ഭൂമിയിലേക്ക് മയൻ ആഞ്ഞു വെട്ടുകയാണ്. കോടാലി കയ്യിലെടുത്തു മെല്ലെയൊട്ടും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു. വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ. മഹി എന്ന് പറഞ്ഞാൽ ഭൂമി. ഭൂമിയിലെ ആഞ്ഞ് തൻ്റെ കോടാലി ഉപയോഗിച്ച് മയൻ വെട്ടുകയാണ്. തെല്ലു പിറകോട്ട് മാറി നിന്നു 10 കല്ലു ജപിച്ചങ്ങ് എറിഞ്ഞളവേ. തെല്ലു പിറകോട്ട് മാറി നിന്നു 10 കല്ലു ജപിച്ചങ്ങ് എറിഞ്ഞളവേ. അല്പം, തെല്ല് എന്ന് പറഞ്ഞാൽ അല്പം എന്നാണ് അർത്ഥം. അല്പം പുറകോട്ട് മാറി നിന്നിട്ട് അദ്ദേഹം 10 കല്ലെടുത്തുകൊണ്ട് ജപിച്ച് ഭൂമിയിലേക്ക് എറിയുകയാണ്. മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ട് നല്ലൊരു പൊന്മണി മൗലികുംഭം.
അപ്പോൾ തന്നെ സംഭവിച്ചത് എന്താണ്? ആ കല്ല് വീണ ഉടനെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്വർണ്ണ മാളികയുടെ കുംഭഗോപുരം അവിടെ ഉയർന്നു വരികയാണ്. അത്രത്തോളം അതീന്ദ്രിയ ജ്ഞാനമുള്ള, അത്രത്തോളം കഴിവുള്ള ഒരു ശില്പിയാണ് അസുര ചക്രവർത്തിയായിട്ടുള്ള മയൻ. അദ്ദേഹത്തിന് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട്, വെറും കല്ലുകൊണ്ട്, വെറും ജപം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു സൗധമാക്കി മാറ്റി തീർക്കാനായിട്ട് കഴിയും. കൗരവരെ വലിയ രീതിയിൽ തന്നെ ഭ്രമിപ്പിക്കണം, അതുപോലെ അവരുടെ അഹങ്കാരം ശമിപ്പിക്കണം, പാണ്ഡവർക്ക് വേണ്ടി തന്നിൽ കഴിയുന്ന എന്തെങ്കിലും ചെറിയൊരു സഹായം ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ദ്രപ്രസ്ഥം എന്ന മഹാനഗരം ചമയ്ക്കാനായിട്ട് മയൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഉത്തുംഗ ഗോപുര ശൃംഗങ്ങളും നിന്നു കത്തുന്ന തീക്കനൽ എന്ന പോലെ പത്തര മാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർന്ന നിറം കലരും. അതിമനോഹരമായിട്ടുള്ള ഒരു സ്വർണ്ണമാളികയുടെ ഗോപുരം ഉയർന്നു വന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു സ്വർണ്ണ ഗോപുരങ്ങള്, സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള ആ ഒരു ഗോപുരങ്ങൾ വെയിലേറ്റ് തീക്കനൽ എന്നുപോലെ തോന്നിക്കുന്നു എന്നാ പറയുന്നത്. അത്രത്തോളം ഒരു ഭംഗിയാണുള്ളത്. സ്വർണത്തിന്റെ നിറം അറിയാം, ഒരു മഞ്ഞ നിറമാണ്, തീയുടെ നിറമാണ്. അത് വെയിലും കൂടി ഏറ്റടിക്കുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു തിളക്കം, ഒരു കനൽ പോലെ പ്രകാശിക്കുകയാണ്. കത്തുന്ന തീക്കനൽ എന്ന പോലെ എന്നുകൊണ്ട് പറയുന്നതിന്റെ അർത്ഥം അതാണ്. പത്തര മാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർന്ന് നിറം കവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ആ ഒരു നിറമാണ്, നമ്മുടെയൊക്കെ കണ്ണിനെയൊക്കെ മങ്ങിക്കുന്ന അത്രയും രസകരമായിട്ടുള്ള ഒരു നിറമാണ് അവിടെ വരുന്നത്. ഈ ഒരു വരികളുടെ ഒരു പ്രത്യേകത നോക്കിയേ. ഉത്തുംഗ ഗോപുര ശൃംഗങ്ങളും നിന്നു കത്തുന്ന തീക്കനൽ എന്ന പോലെ പത്തര മാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർന്ന് നിറം കലരും. താ എന്നുള്ളത് ഓരോ വരിയിലെയും രണ്ടാമത്തെ അക്ഷരം വർണ്ണം താ എന്നുള്ളതാണ് വരുന്നത്, റിപ്പീറ്റ് ചെയ്തു വരുന്നു. അതിനെ നമ്മൾ പ്രാസം എന്നാണ് പറയുന്നത്. വ്യാകരണപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാസം. പ്രാസത്തെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യക്ഷരപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, അന്ത്യക്ഷരപ്രാസം. ഓരോ വരിയിലെയും ആദ്യത്തെ അക്ഷരം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അതിനെ ആദ്യക്ഷരപ്രാസം എന്നും, രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെ ദ്വിതീയാക്ഷരപ്രാസം എന്നും, അവസാനത്തെ അക്ഷരം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അതിനെ അന്ത്യക്ഷരപ്രാസം എന്നുമാണ് പറയുന്നത്. പ്രാസം ദീക്ഷിച്ചുകൊണ്ടാണ് നമ്പ്യാർ ഒരുപാട് കൃതികൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത വരിയിലേക്ക് നോക്കാം. പത്തന പങ്ക്തി നിരക്കെ പുറപ്പെട്ടു പത്തു ദിക്കൊക്കെ പ്രകാശത്തോടെ. പത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരം, പട്ടണം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇവിടെ പത്തര മാറ്റുള്ള തങ്കപ്രകാശത്തെ പോലും തോൽപ്പിക്കുന്ന കെട്ടിടങ്ങൾ, മനോഹരമായിട്ടുള്ള സൗധങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. വെറും 10 കല്ലെടുത്തുകൊണ്ടാണ് അദ്ദേഹം എറിഞ്ഞത്. ആ 10 കല്ല് വീണ ഭാഗത്തെല്ലാം തന്നെ പത്തരമാറ്റ് ഭംഗിയുള്ള, അത്രയും ഒരു സൗന്ദര്യമുള്ള മണിഹർമ്മ്യങ്ങൾ അവിടെ ഉയർന്നു വരികയാണ് ചെയ്തത്. 10 ദിക്കൊക്കെ പ്രകാശത്തോടു കൂടി അതിങ്ങനെ തിളങ്ങി വിളങ്ങി ആരെയും ഞെട്ടിക്കുന്ന രീതിയിൽ നിൽക്കുന്നു. മുത്തും പവിഴം മരതകം മാണിക്യമൊത്ത് വിളങ്ങും മതിലുകളും. പെട്ടെന്ന് തന്നെ മുത്തും പവിഴവും അതുപോലെ മരതകവും മാണിക്യം, അങ്ങനെ പലതരത്തിലുള്ള രത്നങ്ങൾ ഒത്തുചേർന്നുള്ള ആ ഒരു തിളക്കമുള്ള മതിലുകളും അവിടെ രൂപപ്പെടുകയായി. രത്നങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. മുത്ത്, പവിഴം, അതുപോലെ തന്നെ മരതകം, മാണിക്യം, ഇതെല്ലാം തന്നെ ചേർന്ന് വരുന്ന മനോഹരമായിട്ടുള്ള മതിലുകൾ ഉടൻ തന്നെ അവിടെ ഉയർന്ന് പൊങ്ങുകയുണ്ടായിരുന്നു. അത്രയും ഒരു തിളക്കമാണ്, അല്ലെങ്കിൽ ആ രത്നങ്ങളെ പോലും തോൽപ്പിക്കുന്ന ഒരു തിളക്കമാണ് ആ മതിലിന് ഉണ്ടായിരുന്നത്. അച്ചസ്ഫടിക പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും. പച്ചക്കല്ലൊത്ത നിലത്തൊഴുകും നദി കച്ചത്തിലും ഉത്തമ വൃക്ഷങ്ങളും. സ്ഫടികം പോലെയുള്ള ആ തെളിഞ്ഞ പ്രദേശങ്ങളും നിർമ്മലമായിട്ടുള്ള തടാകങ്ങളും ആ ഒരു മായാനഗരത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഒരു മനുഷ്യന് വേണ്ടുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അത്ഭുതപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമോ അതെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. നല്ല സ്ഫടിക പ്രദേശങ്ങളും, സ്ഫടികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിളക്കമാണ്. ആ തിളക്കമുള്ള ഒരുപാട് പ്രദേശങ്ങളും, അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള നീന്തി തുടിക്കാൻ കഴിയുന്ന താമര പൊയ്കകളും തടാകങ്ങളും എല്ലാം തന്നെ നിമിഷ നേരം കൊണ്ട് അവിടെ ഭൂജാതമായി. പച്ച രത്നക്കല്ല് പതിച്ചെന്ന് തോന്നുന്ന പുൽത്തകിടിയിലൂടെ ഒഴുകുന്ന നദികളും അവിടെ ഉണ്ടായിരുന്നു. പച്ചക്കല്ലൊത്ത് നിലത്തൊഴുകും നദി കച്ചത്തിൽ ഉത്തമ വൃക്ഷങ്ങളും.
പച്ച രത്നക്കല്ല് ഇങ്ങനെ പതിച്ചു വെച്ചതിന്റെ സൈഡിലൂടെ ആ പുൽത്തകിടികളെയാണ് അതേ രീതിയിൽ ഉപമിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള വർണ്ണനയ്ക്ക് ഉദാഹരണം കൂടിയാണ് ഈ ഒരു വരികള്. അതാണ് പറയുന്നത്, പച്ച രത്നക്കല്ല് പതിച്ചെന്ന് തോന്നുന്ന പുൽത്തകിടിയിലൂടെയായിരുന്നു നദി ഒഴുകിക്കൊണ്ടിരുന്നത്. ഉച്ചത്തിലുള്ളൊരു എഴുനില മാടങ്ങൾ, മെച്ചത്തിൽ മാളിക വീഥികളും. ഈ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പച്ചപ്പുല്ല് വിരിച്ച ആ ഒരു വഴിയിലൂടെ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ രണ്ട് വശത്തുമായിട്ട് മനോഹരമായിട്ടുള്ള ശ്രേഷ്ഠങ്ങളായിട്ടുള്ള വൃക്ഷങ്ങളും ഉയർന്നു പൊങ്ങിയിരിക്കുന്നു. ഒരു സിനിമ കാണുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന രീതിയിലാണ് നമ്പ്യാരുടെ ഓരോ കൃതികളുടെയും വരികള്. നമുക്കത് വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ രംഗങ്ങൾ മനസ്സിൽ വരും. ഇതൊക്കെ റിയാലിറ്റി ആണോ എന്ന് നമുക്ക് തോന്നുമായിരിക്കാം, ഇതൊന്നും നടക്കാത്ത ഒരു പക്ഷെ കാര്യമായിരിക്കാം. പക്ഷേ നമ്മുടെ കൺമുന്നിൽ ഇത് തെളിഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ് നമ്പ്യാർ കൃതികളുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. ഉച്ചത്തിലുള്ളൊരു എഴുനില മാടങ്ങൾ, മെച്ചത്തിൽ മാളിക വീഥികളും. ആ ഒരു വരിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉയരമുള്ള 7 നില മാളികൾക്കിടയിലൂടെ നല്ല മനോഹരമായിട്ടുള്ള വഴികളും ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലുള്ള സുഖ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു മയൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയും. പെട്ടെന്ന് വന്നു പ്രകാശിച്ചു വിസ്മയം ഒട്ടല്ല പിട്ടല്ലിതൊന്നും അഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരെ നിമിഷം കൊണ്ട് നോക്കി നിൽക്കുകയുണ്ടായ ഈ ഒരു മഹാനഗരം കണ്ടു നിന്നവരിൽ കുറച്ചൊന്നുമല്ല വിസ്മയമുണ്ടാക്കിയത്, അത്ഭുതമുണ്ടാക്കിയത്. മയന്റെ കലാവിരുതുകളിൽ ഏറ്റവും മികച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഇന്ദ്രപ്രസ്ഥം. ആ ഒരു കഴിവ് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു പാഠഭാഗമൊക്കെ പഠിക്കുന്നതിലൂടെ സഭാപ്രവേശം തുള്ളലിനെ പറ്റി അറിയുക, കുഞ്ചൻ നമ്പ്യാരെ പറ്റി അറിയുക, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം, അതുപോലെ തന്നെ അതിന്റെ രീതികൾ, ചിട്ടവട്ടങ്ങൾ, പ്രത്യേകതകൾ, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള പുരാണ കഥകളും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കപ്പോ ചോദ്യങ്ങളിലേക്ക് ഒന്ന് കടന്നാലോ? പാഠഭാഗം ഭംഗിയായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യ ചോദ്യം ഇതാണ്: മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം. ഇതിന് മുന്നൊരുക്കമായി മയൻ ചെയ്ത കാര്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക. നമ്മൾ പറഞ്ഞിരുന്നു, മയൻ ആ ഒരു ഇന്ദ്രപ്രസ്ഥം എന്ന പാണ്ഡവർക്ക് വേണ്ടിയുള്ള മനോഹരമായിട്ടുള്ള സൗധം പണി കഴിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. ആ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യം മയൻ ഗുരുപാദങ്ങളെ നമസ്കരിക്കുന്നു. നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർക്കുകയാണ്. അതുപോലെ ബ്രാഹ്മണരുടെ അനുഗ്രഹം വാങ്ങുന്നു, അവരെ വണങ്ങുന്നു. 4 വേദങ്ങളെയും അതിനുശേഷം നമസ്കരിക്കുന്നു. 4 വേദങ്ങൾ ഏതെല്ലാമാണെന്ന് പറഞ്ഞിരുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിനുശേഷം അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ നമസ്കരിച്ചുകൊണ്ട് മനസ്സിൽ ഒരു രൂപം കൊടുത്തതിന് ശേഷം തൻ്റെ ആയുധമായിട്ടുള്ള കോടാലി കയ്യിലെടുക്കുന്നു. അതിനുശേഷം ഭൂമിയിൽ ആഞ്ഞു വെട്ടുന്നു. അല്പം പിറകോട്ട് മാറി നിന്ന് അതിനുശേഷം 10 കല്ലെടുത്തുകൊണ്ട് ജപിച്ച് ഭൂമിയിലേക്ക് എറിയുകയാണ്. ആ 10 കല്ലെടുത്ത് ജപിച്ചെറിഞ്ഞ സമയത്ത് 10 ദിക്കുകളിലായിട്ട് എല്ലാ ദിക്കുകളിലും മനോഹരമായിട്ടുള്ളൊരു സൗധമാണ് കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ഉണ്ടായി വന്നത്. രണ്ടാമത്തെ ചോദ്യം: ഗോപുരങ്ങൾ, മാളികകൾ, ചുറ്റുമതിലുകൾ എന്നിവയുടെ സൗന്ദര്യത്തെ കവി വർണ്ണിക്കുന്നത് എങ്ങനെയാണെന്ന്. നമ്മൾ ഏതൊരു പാഠഭാഗം എഴുതുന്ന സമയത്ത്, ഉത്തരം എഴുതുന്ന സമയത്ത് നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജനകീയ കവി എന്നറിയപ്പെടുന്ന തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം എന്ന് പറഞ്ഞ തുള്ളലിലെ കുറച്ചു ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് എഴുതിയതിനു ശേഷം വേണം ഉത്തരത്തിലേക്ക് കടക്കാൻ. ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് ഗോപുരങ്ങളുടെയും മാളികകളുടെയും ചുറ്റുമതിലുകളുടെയും സൗന്ദര്യത്തെ നമ്പ്യാർ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നതെന്ന്. തങ്കപ്രകാശത്തെ പോലെ, അതായത് സ്വർണപ്രകാശത്തെ പോലും തോൽപ്പിക്കുന്ന വിധം കത്തുന്ന തീക്കനൽ പോലെയുള്ള ഗോപുരങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. നല്ല സ്വർണ്ണ നിറമുള്ള ആ ഒരു ഗോപുരങ്ങളില് സൂര്യപ്രകാശം അടിക്കുമ്പോൾ തീക്കനൽ ചിതറുന്നത് പോലെയാണെന്നാണ് നമ്പ്യാർ അഭിപ്രായപ്പെട്ടത്. ഉയരമുള്ള 7 നില മാളികകളും മുത്ത്, പവിഴം, മരതകം, മാണിക്യം എന്നിവ പതിപ്പിച്ച ഒരുപാട് മതിലുകളും ഉണ്ടായിരുന്നു. രത്നങ്ങളെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ ആരുടെയും കണ്ണഞ്ചപ്പിക്കുന്ന സൗന്ദര്യമുള്ളതായിരുന്നു പാണ്ഡവർക്ക് വേണ്ടി അസുര ചക്രവർത്തിയായിട്ടുള്ള, അസുര രാജാവായിട്ടുള്ള ശില്പിയായ മയൻ ചിട്ടപ്പെടുത്തിയ ഇന്ദ്രപ്രസ്ഥം എന്ന മഹാനഗരം. കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞ ജനകീയ കവിയുടെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള സർഗപ്രതിഭയുടെ കയ്യൊപ്പ് പതിഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു തുള്ളലാണ് സഭാപ്രവേശം തുള്ളൽ.
അതിന്റെ കഥയും ഇതിവൃത്തവും ഒക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. അതിലെ മുഴുവൻ ഭാഗം ഒന്നും നമുക്ക് പഠിക്കാനില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിന്റെ താളമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായതാണ്. അപ്പൊ ഈ പാഠഭാഗം ഒന്ന് പല ആവർത്തി ഒന്ന് വായിക്കുക. അതിന്റെ പ്രത്യേകതകൾ, വ്യാകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പ്രാസം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പാഠഭാഗം പല ആവർത്തി വായിക്കുക, നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കുക. കൂടുതൽ വിശദ വിവരങ്ങളെല്ലാം തന്നെ എക്സാം പോയിന്റിന്റെ ഗൈഡിൽ വളരെ കൃത്യമായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.